കർണാടകയുടെ വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയം. കണ്ണൂർ മണിക്കടവ് വാട്ട്യാന്തോട് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഈ പുഴയിൽ ജലനിരപ്പ് ഉയരാനുള്ള കാരണം അത് ഉരുൾപൊട്ടൽ തന്നെ എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണോ സജോ? സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കർണാടകയുടെ വനമേഖലയിൽ ഉരുൾപൊട്ടി എന്ന സംശയം രൂപപ്പെടുകയാണ്. കണ്ണൂർ മണിക്കടവ് വാട്ട്യാന്തോട് പുഴകളിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ഒഴുക്ക് ആ പുഴയിൽ കാണാൻ കഴിയുന്നുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, വിവരങ്ങൾ സജോ. റിജിത്ത്, കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. കാരണം മലയോര മേഖലകളിലെ മിക്കവാറും പുഴകളൊക്കെയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോടുകളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ആറളം, നുച്ചിയാട് പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. പാലപ്പുഴ പാലം ഏതാണ്ട് പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങി. മണിക്കടവ് ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ആറളം ഫാമിനോട് ചേർന്ന ഇടങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുന്നു. വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇതാണ് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയം ഉയരാൻ ഇടയാക്കിയത്. വലിയ തോതിൽ അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിക്കവാറും തോടുകളും പുഴകളും എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടവും മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴശ്ശി പദ്ധതി പ്രദേശത്തോട് ചേർന്ന വീടുകളിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറി. കൂത്തുപറമ്പ്, എടയാർ ഉൾപ്പെടുന്ന മേഖലകളിൽ വെള്ളം കയറി. കണ്ണൂരിലെ താഴെച്ചൊവ്വ, അത്താഴക്കുന്ന്, എളയാവൂർ പ്രദേശങ്ങളിൽ കാര്യമായി വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം കീഴല്ലൂരിലെ ചെക്ക് ഡാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. കീഴല്ലൂർ വേങ്ങാട് ഭാഗത്തു നിന്ന് 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എളയാവൂരിൽ 30 കുടുംബങ്ങളോളം മാറി താമസിച്ചിട്ടുണ്ട്. ഇതിനകം വീടുകളിൽ വെള്ളം കയറിയതുകൊണ്ട് വിവിധയിടങ്ങളിൽ മലയോരത്ത് അതിശക്തമായ മലവെള്ളപ്പാച്ചിലും പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതുമൊക്കെ വലിയ തോതിലുള്ള ദുരിതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോഴും മലയോര മേഖലകളിൽ എല്ലായിടത്തും തന്നെ അതിശക്തമായ മഴ തുടർച്ചയായി ലഭ്യമാകുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയുമാണ്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്.